നമസ്കാരം. ജോൺ ബ്രിട്ടാസ് എംപിയോട് ക്ഷുഭിതനായ AIADMK എം പി എം തമ്പിദുരൈയുടെ രാജ്യസഭയിലെ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നു. നീറ്റ് വിഷയത്തിലായിരുന്നു തമ്പിദുരൈയുടെ പ്രസംഗം. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിതയെ പരാമർശിച്ച് അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ പ്രസംഗത്തിനിടെ ബ്രിട്ടാസ് ഇടപെട്ടപ്പോൾ തമ്പിദുരൈ ക്ഷുഭിതനായി. അദ്ദേഹം കടുത്ത ഭാഷയിലാണ് മറുപടി നൽകിയത്. പ്രസംഗത്തിനിടെ ദേഷ്യം പിടിപ്പിച്ച CPM എം പി ജോൺ ബ്രിട്ടാസിന് തമ്പിദുരൈ നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയ ഏറ്റെടുത്തത്. സഭയിൽ നീറ്റ് പരീക്ഷയ്ക്കെതിരായ AIADMK നിലപാട് ആവേശത്തോടെ വിശദീകരിക്കുകയായിരുന്നു തമ്പിദുരൈ. പ്രസംഗത്തിലുടനീളം തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയും പാർട്ടി അധ്യക്ഷയുമായിരുന്ന അന്തരിച്ച ജയലളിതയെ അമ്മ എന്ന് വിശേഷിപ്പിച്ചായിരുന്നു തമ്പിദുരൈ സംസാരിച്ചിരുന്നത്. തമിഴ്നാടിന്റെ മെഡിക്കൽ പ്രവേശന നയം സംരക്ഷിക്കാനായി ജയലളിത മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനും നരേന്ദ്രമോദിക്കും കത്തയച്ച കാര്യങ്ങളൊക്കെ MP എടുത്തു പറഞ്ഞു. നീറ്റ് പരീക്ഷയെ AIADMK ശക്തമായി എതിർക്കുന്നുവെന്നും 2017 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലിനെ തങ്ങൾ എതിർത്തിരുന്നുവെന്നുമാണ് തമ്പിദുരൈ സഭയിൽ പറഞ്ഞത്. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി ജയലളിത നടത്തിയ ചില ഇടപെടലുകളെക്കുറിച്ചും തമ്പിദുരൈ പരാമർശിച്ചു. തമിഴ്നാട് മുൻ മുഖ്യമന്ത്രി പുരട്ചി തലൈവി അമ്മ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടായിരുന്നു MPയുടെ പരാമർശം. ഇതിനിടെ ജോൺ ബ്രിട്ടാസ് 3 തവണ തമ്പിദുരൈയോട് വിച്ച് അമ്മ എന്ന് ആവർത്തിച്ച് ചോദിച്ചു. മൂന്നാമതും ചോദ്യം ഉയർന്നതോടെ സഹികെട്ട തമ്പിദുരൈ യുവർ അമ്മ എന്ന് മറുപടി നൽകി. തുടർന്ന് ഈ മറുപടി കേട്ട് അത്ഭുതപ്പെടുന്ന ജോൺ ബ്രിട്ടാസ് MPയുടെ ദൃശ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചത്. പാർലമെന്റിലെ ഈ വീഡിയോ ഭാഗം അടർത്തിയെടുത്ത് വിച്ച് അമ്മ യുവർ അമ്മ എന്ന തലക്കെട്ടോടെ ട്രോൾ വീഡിയോകളായും റീലുകളായും സോഷ്യൽ മീഡിയയിൽ ഇത് വൈറലായി. തമ്പിദുരൈയുടെ ക്ഷുഭിതനായിട്ടുള്ള മറുപടിയും അതിനുശേഷമുള്ള ബ്രിട്ടാസിന്റെ ഭാവമാറ്റങ്ങളുമാണ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതിനുശേഷം ബ്രിട്ടാസ് കൈ ഉയർത്തി എന്താ ഇങ്ങനെ എന്നുള്ള രീതിയിലുള്ള ഭാവമാണ് സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ ചർച്ചയായത്. വഴിയെ പോയ ഏണി ചോദിച്ചു വാങ്ങി, വെറുതെ ഇരുന്ന് ചൊറിഞ്ഞു പണി വാങ്ങി, ഇങ്ങനെ പോകുന്നു ബ്രിട്ടാസിനെതിരായ സോഷ്യൽ മീഡിയയിലെ പരാമർശങ്ങൾ. അതേസമയം 2010 മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ ആദ്യമായി നീറ്റ് പരീക്ഷ നോട്ടിഫൈ ചെയ്തതെന്നും 2012-13 കാലഘട്ടത്തിൽ കോൺഗ്രസും DMKയും ചേർന്നാണ് ഇത് നടപ്പിലാക്കിയതെന്നുമാണ് തമ്പിദുരൈ പാർലമെന്റിൽ പറഞ്ഞത്. UPA സർക്കാരിനെതിരായിരുന്നു MPയുടെ പരാമർശം. അക്കാലത്ത് മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് കത്തയച്ച ജയലളിത തമിഴ്നാടിന്റെ അഡ്മിഷൻ നയം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെന്നും തമ്പിദുരൈ ചൂണ്ടിക്കാട്ടിയിരുന്നു. നീറ്റ് പരീക്ഷ നടത്താൻ സുപ്രീം കോടതി അനുമതി നൽകിയപ്പോൾ 2014 ജൂണിലും 2015 ഒക്ടോബറിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജയലളിത കത്തയക്കുകയും പുനഃപരിശോധന ഹർജി പിൻവലിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജയലളിതയെ അമ്മയെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് തന്നെയായിരുന്നു അദ്ദേഹം മുഴുവൻ സമയം സംസാരിച്ചതും. എന്നാൽ തമ്പിദുരൈ പ്രസംഗം അവസാനിപ്പിച്ചതിന് പിന്നാലെ സഭയിലെ ഏതാനും നേതാക്കൾ ജോൺ ബ്രിട്ടാസ് MPക്ക് നൽകിയ മറുപടിയിൽ അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തിരുന്നു. അതേസമയം കഴിഞ്ഞ ദിവസം കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും CPM MP ജോൺ ബ്രിട്ടാസും തമ്മിലും രാജ്യസഭയിൽ രൂക്ഷമായ വാക്പോരുണ്ടായിരുന്നു. പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പുതിയ നിയമവുമായി ബന്ധപ്പെട്ടും പരീക്ഷാ വിവാദങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കിടയിലായിരുന്നു അന്ന് ഈ ഏറ്റുമുട്ടലുണ്ടായത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും പ്രതിഷേധക്കാർക്കുമെതിരെ സർക്കാർ സ്വീകരിക്കുന്ന കർശന നടപടികളെ ജോൺ ബ്രിട്ടാസും പ്രതിപക്ഷ നേതാക്കളും അന്ന് ശക്തമായി വിമർശിച്ചിരുന്നു. ഭരണകൂടം ജനാധിപത്യപരമായ വിയോജിപ്പുകളെ അടിച്ചമർത്തുകയാണെന്ന് അവർ ആരോപിച്ചു. ഈ സർക്കാർ രാജ്യത്തൊരു പ്രഖ്യാപിക്കപ്പെടാത്ത അടിയന്തരാവസ്ഥയാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാകാതെ പോലീസിനെ ഉപയോഗിച്ച് മൃഗീയമായി നേരിടുകയാണ് ഭരണകൂടം. ഡൽഹിയിലെ AKG ഭവനിൽ കയറി വിദ്യാർത്ഥി നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ ഡൽഹി പോലീസ് ശ്രമിച്ചു. ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെയും ജനകീയ സമരങ്ങളെയും ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമായി ചിത്രീകരിച്ച് അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിച്ചത്. സമരങ്ങളും വിയോജിപ്പുകളുമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജീവവായുവെന്നും ബ്രിട്ടാസ് അന്ന് വ്യക്തമാക്കിയിരുന്നു.